കണ്ടങ്കറസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ട്. ബ്രോ കേട്ടിട്ടുണ്ടോ? ഇല്ല ബ്രോ, കണ്ടം വഴി ഓടുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ മീനിങ്? കണ്ടങ്കറസ് എന്ന് പറഞ്ഞാൽ ബാഡ് ടെമ്പേർഡ്, ആർഗ്യുമെൻറ്റേറ്റീവ്, അതായത് തർക്കിക്കുന്ന, പന്ന സ്വഭാവമുള്ള എന്നൊക്കെ പറയുന്ന ഒരു വേർഡാണ്. ഈ കണ്ടങ്കറസ് എന്ന് പറയുന്ന വേർഡ് ഞാൻ 20 വർഷമായിട്ട് ഇവിടെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു 3-4 മാസമൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ കേട്ടിട്ട്. ആരെക്കുറിച്ച് പറയുന്ന ഒരു വാക്ക് കേട്ടാണ്. എന്ന് പറയുന്ന പോലെ നമ്മൾ പല വേർഡുകൾ, ഇംഗ്ലീഷിലെ വാക്കുകൾ UK ജീവിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കാറുണ്ട്. തീർച്ചയായും. അപ്പോൾ അതൊക്കെ കേട്ടിട്ടാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ? ഞാൻ ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യാറില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോ ഇപ്പോൾ പറഞ്ഞതാണ് എൻ്റെ ഒരു കറക്റ്റ്. അതായത് ആരെങ്കിലും നമ്മളോട് പറയുമ്പോൾ ഞാൻ പലപ്പോഴും അതിൽ നിന്നും എന്താണെന്ന് അറിയാൻ ശ്രമിച്ച് ആ വേർഡ് ഒന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കും. കിട്ടിയാൽ അടുത്ത എവിടെയെങ്കിലും ഉപയോഗിക്കും, ഇല്ലെങ്കിൽ അതങ്ങ് മറക്കും. അതിനപ്പുറത്തേക്ക് ഞാൻ ഒരിക്കലും അപ്ഡേറ്റ് ചെയ്യാറില്ല. കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുമില്ല. ആസ് ലോങ് ആസ് ഐ ആം ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്, ഐ ഫെൽറ്റ് ഇംഗ്ലീഷിൻ്റെ അത്രയുടെ ആവശ്യമേ ഉള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. ബ്രോ എങ്ങനെയാണ് പൊതുവെ അപ്ഡേറ്റ് ചെയ്യാറുണ്ടോ? ഞാൻ പൊതുവേ അപ്ഡേറ്റ് ചെയ്യാറെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഡിക്ഷണറി നോക്കിയോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷെ ഒരു പുതിയ വാക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന ഒരു കാര്യം എനിക്ക് മനസ്സിലായില്ലെങ്കിൽ അതെൻ്റെ മനസ്സിലിങ്ങനെ കിടക്കും. അത് കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി അവരുടെ മുമ്പിൽ വെച്ച് ഞാൻ നോക്കത്തില്ല, അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ കൂടെ അവിടെ ഇരുന്നുള്ള കമ്പ്യൂട്ടറിൽ നോക്കാറില്ല. കാരണം ഇത് ആൾക്കാർ കാണുമല്ലോ, അതിപ്പോഴും നമുക്ക് ആ ഒരു സാധനം ഉണ്ടല്ലോ. അത് നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ചില വാർഡുകൾ ഇങ്ങനെ നോക്കും. പക്ഷെ ഇതിൽ ഒരു കുഴപ്പമുണ്ട് ബ്രോ. ഞാൻ പലപ്പോഴും ഇപ്പോൾ ഞാൻ 5-6 പേരത്ത് സംസാരിച്ചിട്ടുണ്ട് ഇതേ വിഷയമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഇന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? ഞാൻ പറഞ്ഞു എന്ത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞതെന്ന് പറയാം, കാരണം എനിക്കും വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവർ പറയും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഈ ഒരു വേർഡ് ഉപയോഗിച്ചെന്ന് പറയും. ഞാൻ പറയാം അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, ഇന്നൊരു സിറ്റുവേഷനെ അവർ ഉദ്ദേശിച്ച ഇന്ന മീനിങ് ആണെന്നോട്ട് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ചെക്ക് ചെയ്യും. ഓക്കെ. ഞാൻ ചോദിച്ചു ഇത് അവർ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അപ്പോഴേ തന്നെ പറഞ്ഞില്ല? അല്ല അവരെന്ത് വിചാരിക്കും? ഈ സാധനമാണ് നമ്മുടെ ഏറ്റവും വലിയ തോൽവിയായിട്ട് ഞാൻ എപ്പോഴും ചിന്തിച്ചു. ഞാൻ അപ്പോൾ അവരുടെ ഇതേ ഡയലോഗാണ് പറയണത്, വൈ നോട്ട് യു ആസ്ക് ഹിം. അതായത് പറഞ്ഞ എന്തായിരുന്നു ഞാൻ എപ്പോഴും ചെയ്യട്ടോ. ഈ അവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ സാധനം ഇല്ലേ, ഇത് പലപ്പോഴും എന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ ആദ്യം വരുമ്പം ഇംഗ്ലീഷ് പറയാനായിട്ട് പ്രശ്നം ഉണ്ടാക്കിയ സാധനമാണ്. ഇപ്പം തന്നെ നമ്മൾ താങ്ക് യു, പ്ലീസ്, അല്ലെങ്കിൽ ഹലോ മേറ്റ്, ഹൗ ആർ യു ഡൂയിങ്, ഈ പറയുന്ന സാധനങ്ങളൊന്നും പലപ്പോഴും ആദ്യകാലത്ത് ഉപയോഗിക്കത്തില്ലായിരുന്നു. കാരണം നമ്മളിത് യൂസ്ഡ് അല്ല, ഷൈ ആണ്. പക്ഷേ ഞാൻ പഠിച്ച ഏറ്റവും പ്രധാന ഒരു കാര്യം, നമ്മൾ ഇത്തരത്തിലുള്ള വാക്കുകൾ വളരെ അങ്ങ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ് ഒന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മളിപ്പം റോഡിലൂടെ പോകും, അല്ലെ എക്സാക്ട്ലി ഹൗ യു ഡൂയിങ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യും മിക്കവാറൊക്കെ. ഹൗ യു ഡൂയിങ്, ഓ ഐ ഹാഡ് എ ബാഡ് ഡേ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. ഇത് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ ഇതുപോലെ തന്നെ പല കാര്യങ്ങളുണ്ട്. ഇപ്പൊ പലപ്പോഴും അതിന് മുമ്പ് നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ കുറച്ച് പിടിച്ച് അല്ലെങ്കിൽ വെച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്, അല്ലെ, ഉള്ളിൽ വെച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നാൽ ഇവർ വളരെ ഓപ്പണാണ്, ഈ പറയുന്ന പോലെ ഇങ്ങനെ എടുത്തിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെയുള്ള സമയത്ത് അങ്ങനെയുള്ളത് നമ്മൾ കൂടുതൽ പാലിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് വളരെ ഈസി ആയിട്ട് ഈ ലാംഗ്വേജ് പെട്ടെന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. അതായത് ബ്രോ പറയുന്നതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാനും ശ്രദ്ധിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്, അതായത് എക്സ്പ്രസീവായിട്ട് സംസാരിക്കുക, അതാണ് പക്കാ പോയിന്റ്. അതെ, കാരണം നമ്മുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കണമെന്നാണ് പണ്ടേ പഠിപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല ഗ്രാമറിലൊക്കെ നമ്മൾ പഠിക്കുന്ന രീതിയും എല്ലാത്തിനും ഒരു വേറൊരു മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വരുമ്പോൾ ആദ്യം ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ പ്രധാന റീസൺ അതാണ്. ഇവർ സംസാരിക്കുന്ന പോലെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ എക്സ്പ്രസീവായിട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ അല്ലേ നമുക്ക് മാച്ച് ചെയ്യാൻ. ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലത്ത് ഒരു ഇത്തിരി പ്രായമുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു. നേഴ്സാണ്, കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരുടെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മളെ പോലെ, ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊന്നും അല്ല പഠിച്ചത്, സാധാരണ സ്കൂളിൽ പഠിച്ചിട്ട് വന്നവരാണ്. കോംപ്ലിക്കേറ്റഡ് വേർഡ്സ് ഒന്നും അറിയില്ല. അത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അവർ സംസാരിക്കുമ്പോൾ ചിന്തിക്കാറില്ല. ഞാൻ കണ്ട ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ അവരിൽ നിന്ന് പഠിച്ചൊരു കാര്യം അതായിരുന്നു. എന്നിട്ട് അവർ പടിപടിയായിട്ട് അവർ ഓരോ പൊസിഷനിലേക്ക് ഉയരുകയും ചെയ്യുന്നു. കാരണം അവർ പറയുന്ന, അവർക്ക് മനസ്സിൽ തോന്നുന്ന കാര്യം അത് ഇത് ഗ്രാമറുണ്ടോ, മറ്റേതുണ്ടോ, ഇതുണ്ടോ എന്ന് ചിന്തിക്കാതെ അവരത് എക്സ്പ്രസ് ചെയ്യാന്ന് മാത്രമേ അവരുടെ എയിമിലുള്ളൂ. അല്ല, 100% ബ്രോ. അതായത് ഞാൻ ഹിന്ദി
നമുക്ക് ഞാൻ റീറ്റെയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പാകിസ്ഥാനി ഫ്രണ്ട്സ് ആയിരുന്നു ഒരുപാട്. അപ്പോൾ ഇവന്മാരെല്ലാം മറ്റേ ഉറുദുവിലാണ് സംസാരം. അപ്പോൾ എനിക്കറിയാമെന്നുള്ള നമ്മുടെ ഭാരത് മാതാ കി ജയ് കുറച്ച് ഹിന്ദി അഡ്ജസ്റ്റ് ചെയ്ത് അറിയാം. ഞാൻ എന്ത് ചെയ്തു, ഒന്നും നോക്കിയില്ല, ഞാനും ഹിന്ദി അങ്ങ് തുടങ്ങി. അപ്പോൾ ഇവന്മാരെന്നെ കളിയൊക്കെ അവർ ചെയ്യുമായിരുന്നു. അതായത് എൻ്റെ ഒരു വേ ഓഫ് ടോക്ക് ഉണ്ട്, നമുക്ക് നമ്മുടെ മലയാളിത്തം എല്ലാം മിക്സായി വരുന്നൊരു ഹിന്ദി ഉണ്ടല്ലോ. പക്ഷേ ഐ ജസ്റ്റ് ഡിഡ്ന്റ് ഫീൽ എനിത്തിങ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംസാരിച്ച് നോക്കും. ഒരു സുപ്രഭാതം ചെയ്യുമ്പോൾ ഞാനും അവനൊക്കെ ഇരുന്ന് ഉറുദു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നിടത്ത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഐ തിങ്ക് യു കനോട്ട് ഡു ഇറ്റ്, അല്ലേ? അതാണ് എൻ്റെ ഒരു മെയിൻ സാധനം. വളരെ, അതായത് നമ്മൾ എക്സ്പ്രസീവ് ആവുക, കൃത്യമായിട്ട് സംസാരിക്കുക, പേടിക്കണ്ട, തെറ്റാണെങ്കിൽ തെറ്റാണ് എന്നുള്ളതാണ്. അതാണ് ഒരു പ്രധാന കാര്യം. പിന്നെ ഈ പറയുന്ന പോലെ ചിന്തകളില്ലായിരിക്കും നമ്മൾ സംസാരിക്കുന്ന സമയത്ത്, അതും ഇതും ചിന്തിച്ചു പോവാതിരിക്കുക. അതെ, അവരെന്ത് ചിന്തിക്കും എന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റ് എടുത്ത് മാറ്റുക. സംസാരിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള പോയിന്റുകൾ മാത്രം ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം പതുക്കെ ഉണ്ടാക്കിയെടുക്കുക. അതെ, അല്ല ഇവിടെ തന്നെ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ യു കെ മൈ ലവ് അല്ലെങ്കിൽ ഹൗ ആർ യു ഡാർലിംഗ് എന്നൊക്കെ ചോദിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അടുത്തൊരു എക്സ്പ്രസീവ് സാധനം ഇതാണ്. ഞാൻ ഒരിക്കലും കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. എക്സാക്ട്ലി. പക്ഷേ ഇന്നിപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങളാണെങ്കിൽ പലപ്പോഴും ഞാൻ പറയുന്നത് യു ഓക്കെ മൈ ഡിയർ, അല്ലെ സീ യു ലേറ്റർ ബൈ ഡിയർ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ഒരു ഡെപ്താണ് നമ്മളവിടെ കാണിക്കുന്നത്. എല്ലാവരും കയറി ഡിയർ എന്നും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ പണ്ട് കൂടെ വർക്ക് ചെയ്തൊരു പുള്ളിക്കാരത്തി ഉണ്ട്. അവർ ഈ പുള്ളിക്കാരത്തി എല്ലാവരെയും കയറി ഡാർലിംഗ് എന്ന് വിളിച്ചിട്ട് പേഷ്യന്റ് കംപ്ലൈന്റ് ചെയ്തു. അങ്ങനെയുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മളവരുമായിട്ട് കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും യു ഓൾറൈറ്റ് മേറ്റ്, ഹൗ യു ഡൂയിങ്, യു ഓക്കെ മൈ ബ്രദർ എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ ഉണ്ട്, നമുക്ക് സംസാരിക്കാം. അതൊക്കെ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത് രണ്ട് പീപ്പിൾ തമ്മിലുള്ള എനർജി പാസിംഗ് ആണ്. ആ എനർജി കൂടുതലായിട്ട് നമ്മൾ അടുപ്പിക്കും. ഡീപ് കോൺവെർസേഷൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ മീനിങ് കോൺവെർസേഷൻ. അതെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബ്രോ എന്ന് തന്നെ നമ്മളെപ്പോഴും പറയില്ലേ, ബ്രോ എന്ന് പറയുന്ന വേർഡ് ഇറ്റ്സ് വെരി യൂസ്ഫുൾ ആൻഡ് പവർഫുൾ ആക്ച്വലി. കാരണം ബ്രോയ്ക്ക് പ്രായം ഭേദമില്ല, ആരെയും നമുക്ക് ബ്രോ എന്ന്. നിങ്ങളുടെ മകനും എന്നെ വിളിക്കുന്ന ബ്രോ എന്നാണ് അല്ലേ? എക്സാക്ട്ലി. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ ആ ബ്രോ എന്ന് പറയുന്ന ഒരു കോഡ്, അതൊരു നല്ലൊരു വേർഡാണ്. എന്ന് പറയുന്ന പോലെ നമ്മളിപ്പോൾ ചേട്ടാ, അമ്മ, അങ്കിൾ, അപ്പൂപ്പൻ, കുറേ കാറ്റഗറി തിരിച്ചു വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ്, ആ വേർഡിന് വേണ്ടിയുള്ളൊരു നമ്മൾ തന്നെ പറയുന്ന ടോൺ മാറുന്നു, എല്ലാം മാറുന്നു. മറ്റൊന്ന് ഒരു കോമൺ വേർഡായിട്ട് അതൊരു ഫ്രണ്ട്ലി വേയിലാണ് നമ്മളത് കാണുക. എന്ന് പറയുന്ന പോലെ പല വേർഡ്സ് ഉണ്ട് അല്ലേ? ശരിക്കും. പിന്നെ അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ലാംഗ്വേജ് പലപ്പോഴും നമ്മൾ ഇപ്പം തന്നെ നമുക്ക് തന്നെ അറിയാം. നമ്മളിപ്പോൾ സ്കോട്ടിഷ് ഒരാളുടെ അടുത്ത് സംസാരിച്ച, അല്ലെങ്കിൽ വെസ്റ്റ് മിഡ്ലാൻഡ്സിലുള്ള ഒരാളുടെ അടുത്ത് സംസാരിച്ച, മാഞ്ചസ്റ്ററിലുള്ള ഒരാളുടെ അടുത്ത് സംസാരിച്ച, അവർ ഇത്രയും വർഷം നമ്മളോട് ഉണ്ടായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ചില കാര്യങ്ങളൊന്നും അവർ പറയുന്നതൊന്നും കൃത്യമായിട്ട് മനസ്സിലാവില്ല. 100%. എത്രയോ ഇവിടെ കൊളോക്കിയൽ ആക്സൻസും പല സാധനങ്ങളുണ്ട്, നമ്മളെ പിടിച്ചാൽ കിട്ടൂല അല്ലേ? ഒന്നും മനസ്സിലാവത്തേ ഇല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് മാത്രമല്ല, ഇവിടത്തെ ഉള്ളവർക്കും, ഇവിടെ ഒരു ആക്സെന്റ് ഉള്ളവർക്കും അത് മനസ്സിലാവത്തില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് എക്സാക്ട്ലി എൻഡ് ഓഫ് ദ ഡേ ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയുന്ന ആ ഭയം അങ്ങ് കളഞ്ഞാൽ മതി. സോറി, എനിക്ക് മനസ്സിലായില്ല എന്ന് ഒന്നുകൂടെ പറയുക എന്നുള്ള. ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഞാൻ പറഞ്ഞില്ലേ ഒരു വീഡിയോ ഇട്ടപ്പോഴേ, ഇതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. കാരണം നമ്മുടെ ആ പേടിയും കളയുക. അതായത് എനിക്ക് മനസ്സിലാവില്ലെന്ന് പറഞ്ഞാൽ അവന് ആ ടോൺ മാറ്റി നോർമലായിട്ട് സംസാരിക്കാൻ അറിയാം. പക്ഷെ അവർ നാച്ചുറലി സംസാരിക്കുന്ന ഒരു സ്റ്റൈലിൽ സംസാരിക്കുമ്പോൾ നമുക്ക് പേടിയാവുന്നു, അവിടെ നമ്മൾ എസ്കേപ്പ് ആവാൻ നോക്കുന്നു അല്ലേ? പലപ്പോഴും കേൾക്കുന്ന വർക്ക് പ്ലേസുകളിലൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൊരു സ്ഥിര സാധനമാണ്. അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ ഗതികേടെന്നറിയാം, എന്ത് പറ്റി, ഇവരോട് അങ്ങോട്ട് മിങ്കിളാവാൻ പറ്റുന്നില്ല. ഞാൻ എന്താ മിങ്കിളാവാൻ എന്താ കുഴപ്പം, നോ പ്രോബ്ലം. അല്ല, ഇവർ എല്ലാവരും കൂടെ ഇരുന്ന് ഇങ്ങനെ കോമഡിയൊക്കെ പറയുമ്പോഴേ നമുക്കിതൊന്നും മനസ്സിലാകത്തില്ല. ഞാനങ്ങ് ചിരിച്ചു കൊടുക്കും. അവിടെ ചിരിച്ചു കൊടുക്കുക, എന്താ സംഭവം, അത് ഏത് സാധനമാണ്, ഓക്കെ അങ്ങനെ ഉണ്ടല്ലേ എന്ന് ഞാൻ കണ്ടുപോടെ. അടുത്ത പ്രാവശ്യം ഇത് മനസ്സിലാക്കി പോയി കൂടെ ഇരുന്ന് ചിരിക്കുക. പക്ഷേ നമ്മൾ വെറുതെ എനിക്ക് ഈ പറയുന്ന സാധനം എനിക്ക് കൃത്യമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. കാരണം ഞാനും ഈ പറയുന്ന പോലെ തന്നെയാണെന്ന് ചില സമയത്ത് അങ്ങനെയാണ്. കാരണം ചില സമയത്ത് ഇവര് ചിലപ്പോൾ അവിടെ ഇരുന്ന് പാട്ടുകൾ പറയും. ഇംഗ്ലീഷിൽ ഒരൊറ്റ പാട്ട് അറിയത്തില്ല. ടൈലർ സ്വിഫ്റ്റിന്റെ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, കേട്ടായിരുന്നോ? നമുക്ക് നാട്ടിലെ ടൈലർ രവീന്ദ്ര ചേട്ടനെ അറിയാം. പക്ഷെ ഇതാര് സ്വിഫ്റ്റോ, ടൈലറും സ്വിഫ്റ്റും കൂടെ ചേർന്നുള്ള നാട്ടിലെ കാറ് എന്നൊക്കെ പറയുന്ന ഒരു ചിന്തയൊക്കെ വരും. തീർച്ചയായിട്ടും ഇങ്ങനെ പറയുന്ന ഒരു പ്രശ്നം എനിക്ക് പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷെ അത് ഈ പറയുന്നതാണ്. പിന്നീട് നമ്മൾ ഒരു ഹോണസ്റ്റോ ഒരു കോൺഫിഡൻ്റ് ആയി ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേന് പതുക്കെ ഈ സംഭവങ്ങൾ മാറും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇടിച്ചു കയറുക എന്നുള്ളതാണ്. ഇടിച്ചു കയറി എല്ലാവരോടും കയറി സംസാരിക്കണമെന്നല്ല. ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ എക്സ്പ്രസീവായിട്ട് ഷൈ ഇല്ലാതെ കുറച്ച് പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഐ തിങ്ക് യു വിൽ ബിക്കം വെരി ഫ്ലുവൻറ്റ്. എക്സാക്ട്ലി. ഇപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഇപ്പോൾ തന്നെ ഒരുപാട് കോഴ്സുകളും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. എന്നാലും ബ്രോയ്ക്ക് ഒരു ടിപ്പായിട്ട് പറയാൻ എന്താണ് ഒരു ലാംഗ്വേജ് പഠിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് മെത്തേഡ് എന്താണ്? ഇപ്പോൾ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇത്രേ ഉള്ളൂ ബ്രോ. അതായത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാൻ പഠിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കായിട്ട് നമ്മൾ ചില വാക്കുകൾക്ക് നമുക്ക് പേടിയുണ്ടാവും.
ഇത് ഉപയോഗിക്കണ്ടെന്ന്. അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട, ധൈര്യമായിട്ട് അങ്ങ് ഉപയോഗിക്കുക. നമ്മൾ ലേണിംഗ് ബൈ ഡൂയിങ്, ലേണിംഗ് ബൈ മിസ്റ്റേക്ക് എന്ന് പറയുന്നിടത്താണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പം ഞാൻ പറയില്ലേ, പലപ്പോഴും എക്സ്പ്രസീവ് ആവാനുള്ള സമയത്ത് നമ്മൾ എക്സ്പ്രസീവ് ആവുക. ഒരാളടുത്ത് അവരുടെ ഒരു കൾച്ചർ അനുസരിച്ച്, ഇപ്പോൾ ഒരാളുടെ നമ്മുടെ ഏറ്റവും അടുത്തൊരു അല്ലെ നമുക്കറിയുന്ന ഒരാൾ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ നാളുകളായിട്ട് അറിയുന്ന ഒരാളിനെ പിന്നെ ഡാർലിംഗ് യു ഓക്കെ എന്നൊക്കെ ചോദിക്കുന്നതിന് ഒരു തെറ്റുമില്ല. അല്ല, പക്ഷേ അവിടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോഴേ ഇറ്റ്സ് എ കൾച്ചറൽ തിങ് ആസ് വെൽ. നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന ഒരാള് പെട്ടെന്ന് നേരിട്ട് ആരത്തും പോയി ഹേ ഡാർലിംഗ്, അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു അപ്പം നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളുടെ ആ ഒരു മലയാളം എന്ന് പറയുന്ന ഒരു സാധനത്തിലേ അങ്ങ് മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഇവർ പറയുന്നത് എന്താണെന്ന് ഇവരുടെ സ്റ്റൈൽ ഓഫ് വേ ഓഫ് ടോക്കിംഗ് ആൻഡ് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അഡാപ്റ്റിംഗ് ആണ് അല്ലേ? എക്സാക്ട്ലി. എന്നിട്ട് പിന്നെ ഷൈനസ് ഇല്ലാതെ, അതായത് ലാംഗ്വേജ് എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഒരാളോട് ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യുക. ഇവിടെ ഗ്രാമർ ആരും നോക്കുന്നില്ല, ഇവിടെ എവൻ പറയുന്ന ഇംഗ്ലീഷ് കറക്റ്റ് ആണോ നോക്കിയിട്ട് ആരും ചിരിക്കാനും വരത്തില്ല. ഇതൊന്നും നമ്മുടെ മനസ്സിൽ വരരുത്. അങ്ങനെ ഒരു ചിന്തയെ നമുക്ക് വേണ്ട. അതായത് നമ്മളെ നോക്കി ആരും കളിയാക്കി ചിരിക്കില്ല, ഈ ഗ്രാമർ ആയിട്ടാണോ പറയുന്നത് ചിരിക്കുന്നില്ല. അഥവാ അവരത് പറഞ്ഞാൽ നമ്മൾ കൂളായിട്ട് എടുക്കുക, ഈഗോ കളയുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാന കാര്യം. അതായത് ഞാനെന്നുള്ളൊരു ഈഗോ ഉണ്ട്, ഞാൻ ഇങ്ങനെ എന്നെ കെട്ടിപ്പടുത്തിയ ഒരു ഈഗോ അങ്ങ് കളഞ്ഞിട്ട് പതുക്കെ നമ്മൾ പിന്നെ ലാംഗ്വേജ് യൂസ് ചെയ്യുക, ലാംഗ്വേജ് കേൾക്കുക, അറിയാത്ത വാക്കുകൾ അടിച്ചു നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ അൾട്ടിമേറ്റ്ലി നമ്മൾ പതുക്കെ ഡെവലപ്പ് ആയിക്കോളും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം. ഇതിൽ വേറൊരു ആസ്പെക്ട് കൂടെ പറയാം ബ്രോ. എനിക്കിതിൽ ബുദ്ധിമുട്ടുള്ളൊരു ആസ്പെക്ട് പറയാം. ഇപ്പോൾ ഈ പറയുന്ന എക്സ്പ്രസീവ് ഞാനും അഗ്രി ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അതേസമയം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കൊച്ചിനെ കാണുന്നു, യു സോ ക്യൂട്ട്, യുനോ സോ ലവ്, റിപ്പീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 പ്രാവശ്യമെങ്കിലും പറയും. ദേ ആർ ടു മച്ച് എക്സ്പ്രസീവ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഐ കൻ നോട്ട് ബി ദാറ്റ് മച്ച് എക്സ്പ്രസീവ് ആൻഡ് ഐ ഫീൽ ഫേക്ക് ഞാൻ അങ്ങനെ ചെയ്താൽ. കാരണം എനിക്കൊരു കുട്ടി കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. എക്സാക്ട്ലി, ആ ഒരു ആസ്പെക്റ്റും കൂടെ ഉണ്ട്. എക്സ്പ്രസീവ് ആവുന്നതിൽ നമുക്ക് ചൂസ് ചെയ്യാം. ഒരു ഫോറസ്റ്റിൽ കൂടെ ഒരു സ്ത്രീ നടന്നു പോയിട്ട് ഓരോ മരത്തിനോട് ചെന്നിട്ട് ഇടിച്ചിട്ട് എക്സ്ക്യൂസ് മീ താങ്ക് യു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരേണ്ട. എക്സാക്ട്ലി, നമ്മൾ കുറെയൊക്കെ നമ്മൾ റിയൽ ആവുക, ഓപ്പൺ ആവുക, ഹോണസ്റ്റ് ആവുക, പിന്നെ ഈഗോ എടുത്ത് കളയുക, ഇങ്ങനെയൊക്കെ പറയുന്ന ചില കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് ഫോക്കസ് ചെയ്താൽ ഐ തിങ്ക് ഇപ്പൊ നമ്മള് ഈ സട്ടിലായിട്ടുള്ള ഇപ്പൊ ആക്ടിങ് എന്നൊക്കെ പറയില്ല, നമ്മൾ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ റിയലിസ്റ്റിക് സിനിമകളെ എല്ലാത്തിലും എക്സ്പ്രസിങ് ഇല്ല ശരിക്കും പറഞ്ഞ. അപ്പൊ ഇങ്ങനെ കണ്ടു നമ്മൾ എക്സ്പ്രഷൻ ഇല്ലാതാവുക. മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് ബ്രോ. ഈ ഏറ്റവും പ്രധാന കാര്യം വെച്ചാൽ നമ്മൾ ഈ മീറ്റിങ്ങിനൊക്കെ പോയിരിക്കുമ്പോൾ സംസാരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഏറ്റവും വലിയ അവസ്ഥ. ഒരു 10 പേരിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കേണ്ട ഒരു അവസ്ഥ. ഈ സമയത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാന കാര്യമുണ്ട്, നമ്മൾ മീറ്റിങ്ങിൽ വലിയ ആളാവാൻ നോക്കണ്ട. ആദ്യത്തെ കാര്യം അതാണ്. സീരിയസ്ലി ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പഠിച്ചൊരു കാര്യമാണ്, എല്ലാരും പറയുന്ന കേട്ട് അവിടെ ഇരിക്കുക. ആവശ്യം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ സംസാരിക്കുക. എന്തെങ്കിലും പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാതിരിക്കുക. എക്സാക്ട്ലി, പറയാൻ വേണ്ടി ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. ഒരാൾ ഒരു കാര്യം പറയുന്ന കേൾക്കുമ്പോൾ അത് എനിക്ക് തോന്നുന്നത് എനിക്ക് അതിന് ഉത്തരം കൊടുക്കണമെന്ന് തോന്നുന്നു, കറക്റ്റായിട്ട് ഉത്തരം കൊടുക്കുക. അല്ലാതെ പിന്നെ ഇവൻ പറയുന്ന കേട്ടോ ഉടനെ എൻ്റെ പോയിന്റ് എനിക്ക് എക്സ്പ്രസ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പണിയാണ്. അതെ. അല്ല, അത് മാത്രമല്ല ബ്രോ, ഈ ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ടൂള് ഞാൻ പഠിച്ചെന്ന് പറയുമ്പോൾ നമ്മുടെ മറ്റേ ഈ നമ്മൾ ഈ വിൽക്കുന്നതിന് എന്താ പറയണേ ബ്രോ, അതിന് എന്താ പറയണേ, ഇങ്ങനെ വിൽക്കൽ വരില്ലേ, സ്റ്റാമറിങ്. അപ്പോൾ അതിനെക്കുറിച്ചൊരു പുള്ളി പറഞ്ഞതാണ്, സ്റ്റാമറിങ് ഉള്ള ഒരാൾ ഇങ്ങനെ നിന്ന് പറഞ്ഞു, അത് നമ്മൾ അടുത്ത് എന്ത് പറയണമെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ് ആ സ്റ്റാമറിങ് വരുന്നത്. അവിടെ നീ ചിന്തിക്കാതെ നിനക്ക് അപ്പോഴെന്ത് തോന്നുന്നു അതങ്ങ് പറയാം. കാരണം ചിന്തിക്കുമ്പോൾ മൈൻഡ് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നു, അവിടെ നമുക്ക് തടസ്സം ഉണ്ടാകുന്നു. പക്ഷെ അവിടെ ചിന്തിക്കേണ്ട, എന്താണോ പറയാൻ ആ സ്പോട്ടിൽ തോന്നുന്നു അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ പ്രശ്നം തീരും. അതാണ് ചിലർ എന്നൊക്കെ. വളരെ നല്ലൊരു പോയിന്റ്. അതോടൊപ്പം തന്നെ ഒരു പോയിന്റും കൂടെ ഉണ്ട്, ലിസണിങ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. ജസ്റ്റ് ഒന്നും ആലോചിക്കാതെ ഒരാൾ പറയുന്നത് കേട്ട് അയാൾ പറയുന്ന ഒരു എനർജി, ആ ഒരു എമ്പതിയിലേക്ക് നമ്മളൊന്ന് ചിറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ അയാളെ അതിനെ ആ പറയുന്ന കാര്യത്തെ ഖണ്ഡിക്കാൻ എങ്ങനെ ഞാൻ നോക്കാം എന്നുള്ളത് ചിന്തിക്കാതെ പകരം ആ പറയുന്ന കാര്യത്തിന്റെ ലോജിക് ഒരു ക്ലിയർ മൈൻഡിലൂടെ ചിന്തിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ വളരെ സ്മൂത്താണ്. ആ ലിസണിങ് സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ തന്നെ ഐ തിങ്ക് ഇറ്റ്സ് വെരി വെരി ഈസി ഒരു ലാംഗ്വേജ് പഠിക്കാൻ. തീർച്ചയായിട്ടും. കാരണം ഇത് കേൾക്കും നമ്മൾ, ശരിയാണ്, അടുത്ത പ്രാവശ്യം നമ്മൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾക്ക് ഉപയോഗിക്കുക. ഇപ്പൊ ഒരു പ്രാവശ്യം ഒരു വാക്ക് കേട്ട് ഇപ്പൊ അടുത്ത പ്രാവശ്യം വേണം എനിക്ക് കണ്ടം കറസ് എവിടെയെങ്കിലും ഉപയോഗിക്കാം.
പക്ഷെ അവിടെ തിരുത്താം. അവരെ തന്നെ നമുക്ക് വേണേൽ അല്ല അറിയാവുന്ന ആൾക്കാർ തന്നെ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെയല്ല, ഇങ്ങനെയാണല്ലോ പറയേണ്ടത്. അത് തന്നെ മതി. അതിൽ അവിടെ നമ്മൾ ഈഗോ ഹേർട്ട് ആവാതിരിക്കും. ഈഗോ ഹേർട്ട് ആവാതെ. അത് തന്നെ. അങ്ങനെയാണല്ലേ, സോ സി ഐ ഡിഡ്ന്റ് നോ ഇറ്റ്, കഴിഞ്ഞു, അവിടെ തീർന്നു അല്ലേ. അതൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണല്ലേ, ഐ ഡിഡ്ന്റ് നോ ഇറ്റ് ഒന്നും പോലും നമ്മൾ പറയേണ്ട കാര്യം. അവിടെ നമ്മൾ ഈഗോ അതിന്റെ ആവശ്യം പോലും ഇല്ല. ഓക്കെ, റൈറ്റ്, വെരി ഗുഡ്. എക്സാക്ട്ലി. അല്ല, അത് തന്നെയാണ് ബ്രോ എനിക്കും തോന്നുന്നത്. അൾട്ടിമേറ്റ്ലി ദ മൈൻഡ് സെറ്റ് ആണ് എല്ലാം അല്ലേ. നമ്മൾ എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അറബി എങ്ങനെയാണ് ഗൾഫിൽ പോയി നമ്മുടെ മലയാളികൾ ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്ന മലയാളീസിനെ നമുക്ക് കാണാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെ ആവശ്യകതയുണ്ടോ? ആവശ്യകത തന്നെയാണ്. അപ്പോൾ ഇംഗ്ലീഷും അങ്ങനെയാണല്ലോ. നമുക്ക് എന്തിനാണ് ഇംഗ്ലീഷ്? ഈ പറഞ്ഞ പോലെ ഒരു ആവശ്യകത തന്നെയാണ് എല്ലായിടത്തും ഉപയോഗിക്കാൻ. പക്ഷേ ഫോർ ദാറ്റ് ഹൗ ഡു യു അപ്രോച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ എനിക്ക് മനസ്സിലായ മറ്റു ലാംഗ്വേജിൽ നിന്നൊരു വ്യത്യസ്തത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പറയുന്ന കുറെ കോമൺ ആയിട്ടുള്ള അഡ്രസ്സിംഗ് ഉണ്ട്. ഇത് പലപ്പോഴും നമ്മൾ മിസ്സാവും. വെളിയിൽ നിന്നൊക്കെ പറയും. ഉദാഹരണം പറഞ്ഞാൽ മെയ്റ്റ്, ബ്രദർ, അല്ലെങ്കിൽ ഹൗ യു ഡൂയിങ്, താങ്ക് യു, പ്ലീസ്, അതല്ല ഇതുപോലുള്ള കുറെ ബേസിക് സാധനങ്ങളുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ മടിക്കുന്ന ഒരു സാധനം. കാരണം പലപ്പോഴും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തെ നമ്മളെ ശീലിച്ചിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതെനിക്ക് തോന്നുന്നു അറബിയിലാണെങ്കിൽ പോലും ചിലപ്പോൾ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അവർക്ക് ഹബീബി ഒരു കോമൺ വേർഡാണ്. എവിടെയും ആരോടും ഹബീബി ഓ യു എന്നൊക്കെ ചോദിക്കുന്ന ഒരു വേർഡൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ അവരത്രയും എക്സ്പ്രസീവ് ആവണമെന്നില്ല ഇവിടത്തെ പോലെ. അവരുടെ ഒരു ഡിഫറെൻറ്റ് വേ ഓഫ്, അത് ഓരോ കൾച്ചറിൻ്റെയും കൂടെ സാധനമാണ്. ബട്ട് എൻഡ് ഓഫ് ദി ഡേ ഈ പറഞ്ഞ തന്നെയാണ് ബ്രോ പറഞ്ഞ പോലെ നമ്മുടെ വളർന്നു വന്ന സിസ്റ്റത്തിൻ്റെ ഒരു കാര്യങ്ങളാണ് നമ്മളുടെ തടസ്സങ്ങൾ. അതിനൊന്ന് ബ്രേക്ക് ചെയ്യുക, ഈ പറഞ്ഞ പോലെ എംബ്രേസ് ചെയ്യുക. ഇങ്ങോട്ട് നാളെ നമ്മൾ ഇംഗ്ലീഷുകാരനായി നടക്കണമെന്ന് വിചാരിക്കില്ല. ഇതെല്ലാം ഒരു ഇതാണ്. ഇതെല്ലാം ഒരു നീഡിന്റെ വേണ്ടിയാണല്ലോ. അല്ലെങ്കിൽ എന്തിനാണ് ഇതെല്ലാവരും പഠിക്കുന്നത് അല്ലേ? നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളത് പഠിക്കുക. ആരോടും കോൺഫിഡന്റ് ആയിട്ട് അങ്ങനെ സംസാരിച്ചാൽ തന്നെ എല്ലാ പ്രശ്നവും അങ്ങ് തീരും. അത്രേ ഉള്ളൂ. മാത്രമല്ല ഈ കോംപ്ലിക്കേറ്റഡ്, അതായത് പറയുമ്പം പലപ്പോഴും വരുന്ന ഒരു കാര്യം വെച്ചാൽ പലപ്പോഴും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കില്ല. അതും ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ചില വാക്കുകളൊക്കെ അഡീഷണൽ ആയിട്ടൊക്കെ തള്ളിയാൻ കയറ്റും നമ്മൾ. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പോയിന്റ് എഗ്രി. അതായത് ഞാൻ എപ്പോഴും പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് ഒരാൾക്ക് ഞാൻ പറഞ്ഞത് അവന് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ആ മനസ്സിലാവുന്നതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വാക്കുകൾ ഉപയോഗിച്ച് അങ്ങ് പറയാം. അത്രേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വന്നത് ബ്രോ. അതായത് ഇപ്പം നമ്മൾ ആരും ശശി തരൂർ പോലെ സംസാരിക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം പറയുന്ന ഒരു സിമ്പിൾ സെൻറ്റൻസിന് 15 വേർഡ് ഉപയോഗിച്ച് ആ സെൻറ്റൻസ് പറയുന്നു. ഇറ്റ്സ് ടു ഷോ യുവർ ഡോമിനൻസ് ആണ് ഒരു പരിധി വരെ. ജസ്റ്റ് ടു ഷോ ദാറ്റ് ഐ എം വെൽ എഡ്യൂക്കേറ്റഡ്, ഐ എം വെൽ അവെയർ. ബട്ട് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മാത്രമല്ല പുള്ളിയുടെ ഒരു പ്രാക്ടീസ് ആയിരിക്കും. കാരണം ഇത് നോക്കിയിട്ട് വന്നിട്ട് ഇത് പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത പ്രാവശ്യം കുറെ പ്രാവശ്യം ഇത് ഉപയോഗിക്കാമല്ലോ. എക്സാക്ട്ലി എന്ന് പറയുന്ന പോലെ ഡു യു നീഡ് ഇറ്റ്? നമുക്ക് അതിന്റെ ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് നോർമൽ കമ്മ്യൂണിറ്റി. ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ബേസിക് ഇംഗ്ലീഷ് അറിയാവുള്ളൂ. കാരണം അതിനപ്പുറത്തേക്ക് അറിയണമെന്ന് ഞാൻ അതെല്ലാം തുടക്കത്തിൽ പറഞ്ഞു. എൻ്റെ ആവശ്യമില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പിന്നെ ചില വേർഡ്സ് ഒക്കെ ഇപ്പം ഡോക്യുമെന്ററീസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ബ്രോ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിന്റെ മീനിങ് അപ്പോഴും മനസ്സിലായ ഓക്കെ, ഇല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ്. മാത്രമല്ല വായിക്കുക. എനിക്ക് മനസ്സിലായ ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ വായിക്കുന്നതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വായിക്കുക, എഴുതുക. എഴുതുമ്പോഴാണ് നമ്മുടെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ ഏറ്റവും എഴുതണം. സയൻസ് പറയുന്നത്, ന്യൂറോ സയൻസ് വരെ പറയുന്നത് എഴുതി കഴിഞ്ഞാൽ മെമ്മറിയിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എംബോഷൻ പോലെ എഴുതില്ലേ. അപ്പോൾ ഇതുപോലെ ചില വാക്കുകളൊക്കെ നമുക്ക് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി പഠിക്കുക. അതല്ലെങ്കിൽ ചില വാക്കുകൾ മെമ്മറിയിലേക്ക് വരണമെങ്കിൽ അത് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതെ. പിന്നെ മാത്രമല്ല ബ്രോ, പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയാം. ഞാൻ മെയിൻലി പഠിച്ചത് മ്യൂസിക് ആയിട്ടാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം ഹിപ്പ് ഹോപ്പ് അങ്ങനെയുള്ള പല ജനറേ കേൾക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതെല്ലാത്തിൻ്റെയും നമുക്ക് അവൈലബിൾ ആണല്ലോ, ലിറിക്സ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം അതിൽ നമ്മളതിന് സമയം കൊടുക്കും, ഇരുന്നൊന്ന് വായിക്കാം. അപ്പോൾ നമുക്ക് ആ പാട്ട് പാടാൻ ഒരു ഫ്ലോ കിട്ടും എന്നുള്ള ഇങ്ങനെയൊക്കെ പല രീതിയിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ. ഒരു കുഴപ്പമുള്ള ആ വാക്കുകൾ കഴിവത് അധികം ഒന്നും ഉപയോഗിക്കരുത്. ഇങ്ങനെയൊക്കെ ഉപദേശം കൊടുത്തിട്ട് നാളെ പോയി ജോലി കളഞ്ഞിട്ട് ടൈപ്പിന്റെ പറയുമായിരുന്നു ദയവി ഇത്. അപ്പൊ എന്തായാലും പല പല ടിപ്സുകളുണ്ട്. നിങ്ങളുടെ അറിയാന്നുള്ള ടിപ്സുകളൊക്കെ നിങ്ങളും പറയുക. നിങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിച്ചതെന്ന് പറയാം. അതെ, നിങ്ങൾ പിന്നെ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ശരിയുണ്ടോ അതോ അത് പണിയാണോ എന്നുള്ളതും പറയാം. അതെ, എല്ലാവർക്കും അറിയാവുന്ന ടിപ്സുകളൊക്കെ ഇടുക. അപ്പോൾ മറ്റുള്ളവരും വായിക്കും. നമ്മുടെ വീഡിയോസിൽ ഒരുപാട് പേര് കമന്റ്സ് വായിക്കാൻ തന്നെ വരാറുണ്ട്. അപ്പം നല്ല നല്ല ടിപ്സൊക്കെ പോരട്ടെ. സോ ലെറ്റ്സ് ടൈ അപ്പ്.